ഒക്ടോബർ 3 വെള്ളിയാഴ്ച ഭാരത് ബന്ദ്. തുടർച്ചയായ 4 ദിവസം അവധി ലഭിക്കുമോ? വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക. ഒക്ടോബർ 3 വെള്ളിയാഴ്ച ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. ഒക്ടോബർ 3 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കടകൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ അടച്ചിട്ട് ബന്ദിനോട് സഹകരിക്കണമെന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവശ്യ സേവനങ്ങൾ ഒഴികെ എല്ലാവരും പങ്കെടുക്കണമെന്നും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ 2025-നെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മുസ്ലിം വ്യക്തിഗത ബോർഡ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രസിഡന്റ് മൗലാന ഖാലിദ് സൈഫുള്ള റഹ്മാനി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബന്ദ് സമാധാനപരമായ പ്രതിഷേധമായിരിക്കുമെന്നും ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് വഖഫ് സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തെ ഭീഷണിപ്പെടുത്തുന്ന ഭേദഗതികൾക്കെതിരായ സംയുക്ത പ്രതിഷേധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വെള്ളിയാഴ്ചത്തെ ഭാരത് ബന്ദ് ബാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതുവരെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളോ സാമുദായിക സംഘടനകളോ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ ഭാരത് ബന്ദ് കേരളത്തിലെ ജനജീവിതത്തെ വലിയ തോതിൽ ബാധിക്കാനിടയില്ല. അതേസമയം ബീഹാർ, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബന്ദ് ജനജീവിതത്തെ ബാധിച്ചേക്കും. കേരളത്തെ ഭാരത് ബന്ദ് ബാധിക്കുകയാണെങ്കിൽ തുടർച്ചയായ 4 ദിവസത്തെ അവധിയാകും കേരളത്തിനുണ്ടാവുക. ഇന്ന് സെപ്റ്റംബർ 30 നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഒക്ടോബർ 1 മഹാനവമി പ്രമാണിച്ച് അവധിയാണ്. ഒക്ടോബർ 2 വ്യാഴാഴ്ച ഗാന്ധി ജയന്തി ദിനം ദേശീയ അവധിയുമാണ്. ഇതിനു പിന്നാലെ വെള്ളിയാഴ്ച ബന്ദ് ജനജീവിതത്തെ ബാധിച്ചാൽ തുടർച്ചയായ 4 ദിവസവും അവധി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇത്തരം വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക.